ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലിപ്സ്റ്റിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയത്, പക്ഷേ ഇതിന് അതൊന്നും വേണ്ട. ഇതിന് 2 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഞാൻ ഇവിടെ ലിപ്സ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് വലിയ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ചെറുതാണെങ്കിൽ 2 എടുത്താലും മതി. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു കെമിക്കലും ഇതിലില്ല. അപ്പോൾ ബീട്രൂട്ട് എടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയണം. അങ്ങനെ ഈ തോലൊക്കെ ചെത്തി കഴിഞ്ഞപ്പോൾ ഇതിന് എൻ്റെ കയ്യിൻ്റെ അവസ്ഥ ഒരു ഒന്നൊന്നര അവസ്ഥ ആയിട്ടുണ്ട്. കാരണം എൻ്റെ കൈയൊക്കെ ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഈ ബീട്രൂട്ട് ചെത്തിയിട്ട്. ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ബീട്രൂട്ടിൻ്റെ തോലുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം ഈ സീക്രട്ട്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഈ ബീട്രൂട്ടിൻ്റെ തോലുണ്ടല്ലോ നമുക്ക് ലിപ്സ്റ്റിക് ആക്കിയാണ്ട് ഉപയോഗിക്കുക. അത് അതേപോലെ ഉപയോഗിക്കാം കേട്ടോ. കളറൊക്കെ ഉണ്ട് ഇതിന്. വീഡിയോയിലായതുകൊണ്ട് കളർ അങ്ങനെ കാണില്ല എന്നുള്ളൂ. ഇനി നമുക്കിത് 2 പീസാക്കി മുറിച്ചിട്ട് മിക്സിയിൽ അരക്കാൻ പാകത്തിന് കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുക്കാം. എല്ലാ പീസും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. വെള്ളം കൂട്ടാതെ അടിക്കണം കേട്ടോ. എൻ്റെ വെള്ളം കൂട്ടാതെ അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ, 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നല്ല പേസ്റ്റ് ആയി കിട്ടുമ്പോൾ നമ്മൾ അരച്ചെടുക്കണം. പിന്നെ നമ്മളൊരു അരിപ്പെടുത്തിട്ട് വേറെ ബൗളിലോട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിന്റെ വെള്ളം പോയിട്ട് ചണ്ടി ആവണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വെള്ളം അരിപ്പിക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം മുഴുവനും പോരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് അരിപ്പ മാറ്റി കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിന്റെ ഹോള് ചെറുതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഒടിയാനായ പോലെ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ അരിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിനി. അപ്പൊ അരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ബീട്രൂട്ട് ജ്യൂസ് ആട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ ഈ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏത് പാത്രമാണുള്ളത് അതെടുത്താൽ മതി. ഇനി ഫുള്ളിലിട്ടിട്ട് ഇത് തിളക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ഇളക്കി അവസാനം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വറ്റട്ടെ, എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ചൂടാറിനതിന്റെ മുന്നേ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യേനെ ഒഴിച്ചു കൊടുക്കണം. ഇത് വറ്റിച്ചിട്ട് ഒരു കയ്യിൽ ബീട്രൂട്ട് ജ്യൂസ് ആണ് എനിക്ക് കിട്ടിയത്, അതിനനുസരിച്ച് ഒരു കയ്യിൽ നെയ്യാണ് ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഡപ്പയ്ക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ 3 ഡപ്പയ്ക്ക് മാറ്റാൻ അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ബീട്രൂട്ട് എടുക്കേണ്ടി വരും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ കയ്യുമ്മ തേച്ച് നോക്കിയപ്പം ഇത്ര കളർ ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തിന്റെ ചുണ്ടുമ്പം തേച്ച് നോക്കി, കയ്യുമ്മ തേക്കണേലും കുറച്ചും കൂടി കളർ എൻ്റെ അനിയത്തിന്റെ ചുണ്ടുമ്പുണ്ടായി. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏറിപ്പോയോ 1 മാസം നിന്നാൽ മതി, പിന്നെ എടുത്ത് കളയണം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിക്കണമെങ്കിൽ കമന്റ് ലൈക്കും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.